രണ്ട് ചോദ്യങ്ങൾക്കുള്ള മറുപടി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്, എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്താനായിട്ട് സാധിക്കാറില്ല, വൈകിട്ട് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് തുളസി ഇലയൊക്കെ സമർപ്പിക്കാറുണ്ട്. അപ്പോൾ അത് സമർപ്പിക്കണമെങ്കിൽ തുളസി ഇല പറിച്ചു കൊണ്ടുവരണമല്ലോ. അത് രാവിലെ തന്നെ പറിച്ചു വെക്കുന്നതിൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം സന്ധ്യാസമയത്ത് പറിക്കാനായിട്ട് പാടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് പറയാം കേട്ടോ. രാവിലെ പറിച്ചത് കൊണ്ട് ദോഷമൊന്നുമില്ല. അത് വൈകിട്ടത്തേക്കായിട്ട് രാവിലെ തന്നെ നമുക്ക് എടുത്തു വെക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപായിട്ട് തുളസിയിലയൊക്കെ പറിച്ചു വെക്കണം എന്ന് പറയാറുണ്ട്. അസ്തമയത്തിന് ശേഷം പറിക്കാനായിട്ട് പാടില്ല. പിന്നെ അതേപോലെ തന്നെ ഏകാദശി ദ്വാദശി ദിവസങ്ങളിലും പറിക്കാനായിട്ട് പാടില്ല കേട്ടോ. ഇന്നിപ്പോൾ ഏകാദശിയാണ്. അപ്പോൾ ഏകാദശിക്കാണ് ആവശ്യമെങ്കിൽ തലേ ദിവസം പറിച്ചു വെക്കണം എന്നാണ് പറയുക. തുളസി തീർത്ഥമൊക്കെ കുടിക്കണമെങ്കിൽ നമുക്ക് തുളസി വേണമല്ലോ. ഇനിയിപ്പോൾ അതും മറന്നുപോയവർക്ക് ചുവട്ടിലുള്ള ഇലകളൊക്കെ എടുത്ത് നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം, മറന്നുപോയവർക്ക് മാത്രം തുളസി തീർത്ഥം സേവിക്കേണ്ടവർക്ക് മാത്രം അങ്ങനെ ചെയ്യാമെന്നും കൂടെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഏകാദശി ദ്വാദശി ദിവസങ്ങളിലൊന്നും തുളസി ഇല പറിക്കാനായിട്ട് പാടില്ല. അതോടൊപ്പം തന്നെ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും തുളസിയുടെ പറിക്കാനായിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ പകൽ സമയത്ത് ഏത് സമയത്ത് വേണമെങ്കിലും പറിക്കാം. നട്ടുച്ചയ്ക്കൊന്നും അങ്ങനെ ആരും പോയിട്ട് തുളസിയില പറിക്കാറൊന്നുമില്ല. അത് ചൂടായതുകൊണ്ടാണ് കേട്ടോ. വേറെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല. അപ്പോൾ അങ്ങനെ ചെയ്തോളൂ. രാവിലെ തന്നെ പറിച്ചു വെച്ചോളൂ വൈകിട്ടത്തേക്കായിട്ട്. ഇതേപോലെ തന്നെ തുളസിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി ഉണ്ട്. അതായത് വീടിൻ്റെ പരിസരത്ത് തുളസിയില, അങ്ങനെ തുളസി ചെടി വളർന്നു വന്നിട്ടുണ്ട്. അത് തെക്ക് വശത്തായിട്ടാണ് വളർന്നിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ദോഷമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ, തുളസിയൊക്കെ എവിടെ വളർന്നാലും ഐശ്വര്യമാണെന്നാണ് പറയുക. അത്രയും നല്ല സ്ഥലത്ത് ഭഗവാന്റെ സാന്നിധ്യം ഉള്ളിടത്തേ ലക്ഷ്മി ദേവി ഉണ്ടാകുള്ളൂ. തുളസി എന്ന് പറയുന്നത് ദേവി തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെ വളർന്നാലും ഒരു കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? പിന്നെ ആ സ്ഥലം നല്ല വൃത്തിയായിട്ട് നന്നായിട്ട് ആ ചെടിയെ പരിപാലിക്കുക. അതിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക. നല്ല ഭംഗിയിൽ തന്നെ അവിടെ സൂക്ഷിക്കുക. ഇനിയിപ്പോൾ നമുക്കത് പറിച്ചിട്ട് ചട്ടിയിൽ കൊണ്ടുവന്ന് വെക്കണോ, അല്ലെങ്കിൽ നമ്മുടെ തുളസി തറയിൽ കൊണ്ടുവന്ന് നടണോ, അതിലൊന്നും വിരോധമല്ല കേട്ടോ. നന്നായിട്ട് അതിനെ പരിപാലിക്കുക. എവിടെ വളർന്നാലും നല്ലതാണ്. അത്രയും ചെയ്യുന്നുണ്ടോ? അപ്പോൾ തുളസിയൊക്കെ നന്നായി പരിപാലിച്ച് അതിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അത് നന്നായി വളർന്നിട്ട് അത് നെയിലൊക്കെ പറിച്ചിട്ട് ഭഗവാനെ മാലയൊക്കെ കെട്ടി കൊടുക്കുക. ഭഗവാന്റെ മുന്നിൽ കൊണ്ടുപോയി സമർപ്പിക്കുക. അതേപോലെ തന്നെ ക്ഷേത്രത്തിലൊക്കെ മാല കെട്ടാനായിട്ടും പുഷ്പാഞ്ജലിക്കും ഒക്കെ ആയിട്ട് കൊണ്ടുകൊടുക്കുക. അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ തുളസി എത്രത്തോളം വീട്ടിലുണ്ടാകുന്നു അത്രത്തോളം നല്ലതാണ്. അത് ഭഗവാന്റെ സാന്നിധ്യം ഉള്ളിടത്ത്, ആ ഒരു അനുഗ്രഹം ഉള്ളിടത്ത് മാത്രമേ തുളസി ചെടിയൊക്കെ അപ്രതീക്ഷിതമായിട്ട് വളർന്നു വരികയൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ.